ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം ലൂക്കോസിന് ശേഷം 15-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിക്കാം. നാം തിന്ന് ആനന്ദിക്ക, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. വളരെ ചെറിയൊരു വാക്യമാണ് ഇന്ന് ചിന്താവിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ തുടങ്ങണം ആനന്ദം തുടങ്ങണം. ഉണ്ട് കണ്ണുനീരുണ്ട്, ഉണ്ട് യാതനയുണ്ട്, ഉണ്ട് വളരെയേറെ കഷ്ടതകളുണ്ട്, പണത്തിന് ഞെരുക്കമുണ്ട്, കടത്തിൻ്റെ ഭാരമുണ്ട്, മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുകയാണ്, പലരും പരിഭ്രാന്തരായിരിക്കുകയാണ്, പലരും വെപ്രാളപ്പെട്ടിരിക്കുകയാണ്, മനസ്സിന് സ്വസ്ഥതയില്ല, പല പല കാര്യങ്ങൾ, അനേകം കാര്യങ്ങൾ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ആനന്ദം തുടങ്ങി തരുന്നത് ക്രിസ്തുവാണ്. മനുഷ്യരും ആനന്ദം തരികയില്ല. മനുഷ്യർ തരുന്നത് കഷ്ടത മാത്രമേ ഉള്ളൂ. ആനന്ദം തരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആനന്ദം. അങ്ങനെ അവർ സന്തോഷിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. സന്തോഷിച്ചു തുടങ്ങി. നാം എങ്ങനെയാണ് വായിക്കുന്നത്? അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ആ വാക്ക് നിങ്ങളുടെ നാവിന്മേൽ നിൽക്കട്ടെ, ഹൃദയത്തിലിരിക്കട്ടെ. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ആനന്ദിച്ചു തുടങ്ങിയത്? അപ്പൻ്റെ വീട്ടിലെത്തിയത് കൊണ്ടാണ് ആനന്ദിച്ചു തുടങ്ങിയത്. അപ്പൻ്റെ വീട്ടിലെത്തി. അപ്പൻ്റെ വീട്ടിൽ മകൻ തിരിച്ചെത്തിയത് കൊണ്ട് ആനന്ദം തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇത് ധൂർത്തപുത്രൻ്റെ ഉപമയോട് ബന്ധപ്പെട്ടാണ് ഇത് കാര്യം പറയുന്നത്. ധൂർത്തപുത്രനെക്കുറിച്ച്, മുടിയപുത്രനെക്കുറിച്ച് നമുക്കറിയാം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. ഈ ലൂക്കോസിന് ശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ കണക്കാണ് കാണുന്നത്. ആദ്യം 3 കാര്യം. 1, 100 ആടുള്ള ആൾക്ക് 1 ആട് നഷ്ടപ്പെട്ടു. 2, 10 ദ്രഹ്മയുള്ള ആൾക്ക് 1 ദ്രഹ്മപ്പണം നഷ്ടപ്പെട്ടു. 3, 2 മക്കളുള്ള ആൾക്ക് 1 മകൻ നഷ്ടപ്പെട്ടു. നഷ്ടമാണ് ആദ്യം കാണുന്നത്. നഷ്ടം. നിങ്ങൾ അനേകർ നഷ്ടത്തിൻ്റെ കണക്കും പേറിയിരിക്കുന്നവരാണ്. നഷ്ടം. എന്തെല്ലാം നഷ്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്? ബിസിനസ്സിൽ നഷ്ടം വന്ന ആളുകളുണ്ട്, ബിസിനസ്സിൽ നഷ്ടം വന്നു. നിങ്ങളുടെ സൽപ്പേര് പോയതിൽ നഷ്ടം വന്ന ആളുകളുണ്ട്, സൽപ്പേര് പോയി. നിങ്ങൾക്കൊരു ആഠ്യത്വവും ഒരു അഭിജാത്യവും ഉണ്ടായിരുന്നു, അത് പോയി, നഷ്ടപ്പെട്ടു. ഒരു പക്ഷേ നിങ്ങൾ പ്രിയപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യ നഷ്ടപ്പെട്ടു, നഷ്ടമുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയിൽ ജയം കിട്ടിയില്ല, നഷ്ടമാണ്. നിങ്ങളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഒരുക്കി പുറപ്പെട്ടു, പക്ഷേ അവിടെ നഷ്ടം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേക കാര്യങ്ങൾ നഷ്ടം വന്നവരുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തിലെല്ലാമാണ് നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുള്ളത്? എന്തെല്ലാം കാര്യങ്ങളാണ് നഷ്ടം വന്നിട്ടുള്ളത്? പെട്ടെന്ന് ഓടി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? നഷ്ടത്തിൻ്റെ കണക്ക് എന്തെല്ലാം. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, നിങ്ങളെ കാണുന്ന ദൈവത്തോട് പറയണം, നിങ്ങൾ സ്നേഹിക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾ പറയണം, കർത്താവേ, ഒരുപടി നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട്, ഒരുപടി നഷ്ടം. ഓർക്കുമ്പോൾ ഇന്ന് സങ്കടം തോന്നുന്നു. കർത്താവേ, മദ്യത്തിന് വേണ്ടി 1 കോടി രൂപ കളഞ്ഞു. ഒരാൾ പറഞ്ഞു, ഒരു വർഷം കൊണ്ട് 4 ലക്ഷം രൂപയാണ് മദ്യത്തിന് വേണ്ടി കളഞ്ഞതെന്ന്. 4 ലക്ഷം രൂപ മദ്യത്തിന് വേണ്ടി കളഞ്ഞു. ഇന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. അദ്ദേഹം പറയുന്നു, സങ്കടം തോന്നുന്നു. ഇന്ന് ഓർക്കുമ്പോൾ അയ്യോ, ഇത്രയും രൂപയെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, ഈ സങ്കടം തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യങ്ങളിൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവത്തോട് ഇപ്പോൾ പറയാം, കർത്താവേ, എനിക്ക് നഷ്ടം നികത്തി തന്ന് ആനന്ദിച്ചു തുടങ്ങാൻ ഭാഗ്യം തരണമേ. ആനന്ദം ഇന്ന് തുടങ്ങണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാണുന്നു. ജീവനുള്ള ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുന്നു. അപ്പന് 2 മക്കളുണ്ടായിരുന്നു. 2 മക്കൾ. അതിൽ ഇളയവൻ, അവൻ ഒരു ദിവസം അപ്പൻ്റെ മുമ്പിലേക്ക് ചെന്നു. കുറേ നാളായി അവൻ്റെ മനസ്സിൽ ചിന്ത തുടങ്ങിയിട്ട്. പല നാളായി വന്ന ചിന്തയാണ് ഒരു ദിവസം വാക്കുകളായി പുറപ്പെട്ടത്. പല നാളായി അവൻ്റെ ചിന്തയാണ്, എന്തിന് ഞാനിങ്ങനെ സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്നു, എന്നും അപ്പൻ്റെ വരുതിയിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ പ്രായമായി, എനിക്ക് ആവശ്യമുള്ള ബുദ്ധിയും ഞാനും ഒക്കെ ഉണ്ട്. ഇനി ഞാൻ എന്നും അപ്പൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ അവൻ്റെ മനസ്സിൽ ചിന്ത തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഒരു ദിവസം അപ്പൻ്റെ നേരെ ചെന്നു. അവൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം, എൻ്റെ ഷെയറിങ് തന്നേരേ എന്ന്. വരേണ്ടുന്ന പങ്ക് അവൻ ആവശ്യപ്പെടുകയാണ്, ഡിമാൻഡ് ചെയ്യുകയാണ്, വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണമേ എന്ന്. അപ്പൻ അമ്പരപ്പോട് നോക്കി, ഈ മോൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവൻ എന്ത് പറ്റി? എന്താണ് ഇവനിങ്ങനത്തെ പറയാൻ കാരണം? അപ്പന് ഉള്ളിൽ വേദനയുണ്ട്. പക്ഷേ അപ്പൻ ഒട്ടും സംശയിച്ചില്ല. അവന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. എല്ലാം വിറ്റ് അതെല്ലാം പൈസയാക്കി അവൻ വിദേശത്തേക്ക് യാത്ര പോയി. വിദേശത്തേക്ക് പട്ടണ പരിഷ്കാരം അവൻ മാടി വിളിച്ചു. പട്ടണത്തിൻ്റെ മോടിധാടികൾ അവൻ മാടി വിളിച്ചു. ഇന്നും അങ്ങനെയാണല്ലോ. അനേക ചെറുപ്പക്കാർ
എന്തുകൊണ്ടാണ് കഞ്ചാവിൻ്റെ അടിമകളായിത്തീരുന്നത്? എന്തുകൊണ്ടാണ് മദ്യത്തിന് അടിമകളായിത്തീരുന്നത്? എന്തുകൊണ്ടാണ് മയക്കുമരുന്നിൻ്റെ അടിമകളായിത്തീരുന്നത്? ഇന്ന് സ്കൂളുകളുടെ എല്ലാ അരികത്തുള്ള പല മാടക്കടകളിലും മയക്കുമരുന്ന് സുലഭമായി കിട്ടും, മയക്കുന്ന സാധനങ്ങൾ സുലഭമായി കിട്ടും പല കടകളിലും. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇതെല്ലാം ഇന്ന് പരക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അനേകർ കിറുങ്ങി നടക്കുന്നു, അനേകർ സുബോധമില്ലാത്തവരെ പോലെ നടക്കുന്നു. ഇന്ന് അനേകർ ഇതുപോലുള്ളതായ കാര്യങ്ങൾ വശംവദരായി അവർക്ക് സുബോധമില്ലാതെ നഷ്ടപ്പെട്ടു പോവുകയാണ്, ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അന്ന് ഇവൻ പറഞ്ഞു, അപ്പനെല്ലാം കൊടുത്തു, അവൻ പട്ടണത്തിൻ്റെ ആ പ്രതാപത്തിലേക്ക് അവൻ പോവുകയാണ്, പട്ടണത്തിൻ്റെ സന്തോഷത്തിലേക്ക് പോവുകയാണ്. അവന് സന്തോഷം തോന്നിയത്, അവന് ഇഷ്ടം തോന്നിയത് എല്ലാ തിന്മകളുമാണ്, എല്ലാ ദുഷ്ടതയുമാണ്, എല്ലാ നീച ജീവിതവുമാണ്, എല്ലാ മ്ലേച്ഛ ജീവിതവുമാണ്. അതിലേക്ക് അവൻ പോവുകയാണ്. വായിക്കാം, തുടങ്ങുന്നിടത്ത് വെച്ച് വായിക്കാം. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണമേ എന്ന് പറഞ്ഞു. അവനവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഒരു അപ്പനൊന്നും തർക്കിച്ചില്ല. അപ്പൻ കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കിയെന്ന് എനിക്ക് തോന്നുന്നു, അമ്പരപ്പോട് നോക്കിയെന്ന് തോന്നുന്നു. അപ്പൻ്റെ മുഖം മ്ലാനമായി. പക്ഷേ അപ്പനൊരു വിസമ്മതവും പറഞ്ഞില്ല. അവിടെ വിസമ്മതം വെച്ചിട്ട് കാര്യമില്ലെന്ന് അപ്പനറിയാം. കാരണം അവൻ തീരുമാനിച്ച് ഉറപ്പിച്ചാണ് വന്നിരിക്കുന്നത്. മുതൽ പകുത്തു കൊടുത്തു. പിന്നെ ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ചു ദൂരദേശത്തേക്ക് യാത്രയായി. എല്ലാം സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ഓരോ ചുവടും അപ്പൻ്റെ അടുക്കൽ നിന്ന് മാറി മാറി പോവുകയാണ്, അകന്നകന്ന് പോവുകയാണ്. അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഓരോ ചുവടും അകന്നകന്ന് പോവുകയാണ്. ഇതങ്ങനെയുണ്ട്, അനേകരുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്നവരുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ഭൂമിയിലെ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് അകന്നു പോകുന്നവരുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ഭാര്യയിൽ നിന്ന് അകന്നകന്ന് പോകുന്നവരുണ്ട്, ഭർത്താവിൽ നിന്ന് അകന്നകന്ന് പോകുന്നവരുണ്ട്. അകന്നകന്ന് പോയി ഒരു ദേശത്തേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് യാതനയിൽ കഴിയുന്നത്. സ്നേഹിത, നീ ഒന്ന് ചിന്തിക്കൂ. നീ ഇന്ന് സ്വർഗത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ? പിതാവിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ? നിത്യരാജാധിരാജാവായ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ? ചിന്തിക്കൂ. ചിന്തിച്ചാൽ നിനക്ക് തന്നെ മനസ്സിലാകും നീ അടുത്താണോ അകലെയാണോ നിൽക്കുന്നത്. ദൂരദേശത്തേക്ക് യാത്രയായി, ദൂരദേശത്തേക്ക്. അടുത്ത വാക്യം. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു, ദുർനടപ്പുകാരനായി ജീവിച്ചു. എന്തെല്ലാം തെറ്റുകളാണ് സംഭവിച്ചത്. യൗവനവീര്യം മുഴുവൻ അവൻ പാവത്തിന് ചോർത്തിക്കളഞ്ഞു. യൗവനത്തിൻ്റെ വിഭവങ്ങളെല്ലാം പാവത്തിന് വേണ്ടി ഞാൻ തീർന്നു കൊടുത്തു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ദുർനടപ്പുകാരനായി ജീവിച്ചു. അവൻ സുബോധം കെട്ടവനെ പോലെയായി, സുബോധമില്ലാത്തവനെ പോലെയായി. അപ്പൻ്റെ ഭവനത്തിൽ സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞിരുന്നവൻ അവൻ അപ്പനെ വിട്ട് സ്വത്തെല്ലാം സമാഹരിച്ചുകൊണ്ട് പോയപ്പോൾ സുബോധമില്ലാത്തവനെ പോലെയാണ് പോകുന്നത്, ബോധം നഷ്ടപ്പെട്ടവനെ പോലെ. ഇന്ന് അനേകം എങ്ങനെയാണ് ബോധമില്ലാത്തവരെ പോലെ പോകുന്നത്, ബോധമില്ലാത്തവരെ പോലെ. എനിക്കറിയാം അനേകം വിദ്യാർത്ഥികൾ ബോധമില്ലാത്തവരെ പോലെ ജീവിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അങ്ങ് ബാംഗ്ലൂരും മറ്റും പോയി പഠിക്കുന്ന അനേകം കുട്ടികൾ, കോയമ്പത്തൂരും ബാംഗ്ലൂരും അങ്ങനെ കേരളത്തിന് പുറത്ത് പഠിക്കുന്ന അനേകം കുട്ടികൾ അവരെ ബോധമില്ലാത്തവരെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അനേക ജീവിതങ്ങൾ തകരുകയാണ്, നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വഭാവം നഷ്ടപ്പെടുന്നു, സന്മാർഗനിഷ്ഠ നഷ്ടപ്പെടുന്നു, ഭക്തി ജീവിതം നഷ്ടപ്പെടുന്നു, ദൈവബോധം നഷ്ടപ്പെടുന്നു, ദൈവിക ചിന്ത നഷ്ടപ്പെടുന്നു. അനേകർ തകർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, ഈ ചെറുപ്പക്കാരൻ പോയി സകലവും നശിപ്പിച്ചു, എല്ലാം ചെലവഴിച്ചു. വായിക്കാം. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്തെ കഠിനക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. എല്ലാം തീർന്നു. എന്നാൽ ഞാൻ ഭാഗ്യമെന്ന് പറഞ്ഞത് അതൊരു നല്ല തുടക്കമാണ്. ആനന്ദം തുടങ്ങുന്നതിൻ്റെ ആദ്യ പടിയാണ്. മുട്ടു വന്നു തുടങ്ങി. ജീവിതത്തിൽ ചില ക്ഷാമങ്ങൾ വരുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ചില രോഗങ്ങൾ വരുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ചില കഷ്ടനഷ്ടങ്ങൾ വരുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? സഹോദരങ്ങളെ, സത്യം. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ചില ഉളുക്കുകൾ വരുന്നത് നല്ലതാണ്, ചില കഷ്ടപ്പാടുകൾ വരുന്നത് നല്ലതാണ്, ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോകുന്നത് നല്ലതാണ്. എന്തിന്? ആനന്ദം തുടങ്ങാൻ സഹായമായി തീരും, ഒന്ന് ചിന്തിക്കാൻ സഹായമായി തീരും, വീണ്ടും ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ അത് സഹായമായി തീരും. ജീവിതത്തിൽ അവന് മുട്ടു വന്നു തുടങ്ങി, ക്ഷാമമായി. അടുത്ത വാക്യം. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ആഹാരത്തിന് പോലും മാർഗമില്ലാതായി, ഉള്ളതെല്ലാം തീർന്നു. ഇത് തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പണമുള്ളപ്പോൾ കൂട്ടുകാർ ധാരാളം കൂടി,
അങ്ങനെയാണല്ലോ. ധാരാളം സമ്പത്തുണ്ട്, കൂട്ടുകാർ ധാരാളം കൂടി, എല്ലാം കുടിച്ച് മുടിച്ചു, എല്ലാം കൂട്ടുകാർ കൂടി എല്ലാം തകർത്ത് കളഞ്ഞു. ഇപ്പോൾ അവന് ആകെ ആ ഉടുമുണ്ടല്ലാതെ, ആ ഉടുത്തിരിക്കുന്ന വസ്ത്രവും ഷർട്ടും അല്ലാതെ അവന് വേറെ ഒന്നുമില്ല. അവൻ്റെ ബാഗ് പോലും അവൻ വിറ്റ് കളഞ്ഞു. നല്ലൊരു ബാഗുമായിട്ടാണ് പുറപ്പെട്ടത്, അതും വിറ്റ് കളഞ്ഞു. ഒന്നുമില്ല അവൻ്റെ കയ്യിൽ, എല്ലാം വിറ്റു. അവന് നല്ലൊരു പൊന്മോതിരം ഉണ്ടായിരുന്നു, അതും വിറ്റു, അതും വിറ്റ് കളഞ്ഞു. അപ്പൻ കൊടുത്തൊരു പൊന്മോതിരം, അതും വിറ്റ് കളഞ്ഞു. എല്ലാം വിറ്റു. മുട്ടു വന്നു, ക്ഷാമം, അവൻ വിശപ്പ് സഹിക്ക വയ്യാതായി, മെലിഞ്ഞു, ഉണങ്ങി, എല്ലിച്ചു. പാവം, എല്ലും തോലുമായി തീർന്നു. ഒരു പ്രഭുവിൻ്റെ അടുക്കൽ ചെന്നു, പണക്കാരൻ്റെ അടുക്കൽ ചെന്നു. യജമാനി, എനിക്ക് ഇത്തിരി കഞ്ഞി തരാമോ? എടാ മോനെ, അങ്ങനെ ഇവിടെ വെറുതെ ഒന്നും അങ്ങനെ കഞ്ഞി കൊടുക്കില്ല. ഇവിടെ ആഹാരം കൊടുക്കണമെങ്കിൽ അത് വല്ല ജോലി ചെയ്തിട്ട് വരണം. അയ്യോ, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം, എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം. അപ്പൻ്റെ ഭവനത്തിൽ അനേകം വേലക്കാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ജോലി സ്ഥലത്ത് വേല ചെയ്യുന്നവരെ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ ഒരു കൂലിക്കാരനായി, വേലക്കാരനായി ആ വിദേശത്തിലെ പ്രഭുവിൻ്റെ കീഴിലേക്ക് ചെല്ലുകയാണ്. പറഞ്ഞു, ഇപ്പോൾ വേക്കൻസി ആകെ ഒരു വേക്കൻസി ഉള്ളൂ, പന്നിയെ മേയ്ക്കുക. പറ്റുമോ? നിനക്ക് പറ്റുമോ? നീ യഹൂദനല്ലേ, നിനക്ക് പറ്റുമോ? പന്നി സാരമില്ല, ഞാൻ മേയിച്ചോട്ട് വന്നോളാം. പാവം, യഹൂദന് പന്നി നിഷിദ്ധ ജീവിയാണ്. പക്ഷേ അവൻ പന്നിയെ മേയ്ക്കാൻ പോയി. പന്നിയെ മേയിച്ചു, തിരിച്ചു വന്നു, അല്പം കഞ്ഞി കിട്ടി. പക്ഷേ ചുട്ടുപഴുത്ത ഇരുമ്പിലേക്ക് വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ചീറിപ്പോകുന്നത് പോലെ അവൻ്റെ വയറിൽ വിശപ്പ് ആളിക്കത്തി. വിശപ്പും അറിയില്ല. പന്നിക്ക് തവിട് കൊടുത്തപ്പോൾ ആ തവിട് അവൻ ആ പന്നി തിന്നുന്നതിൻ്റെ ഇടയിൽ നിന്ന് അവൻ കൈയിട്ട് വാരി. പന്നി തേറ്റോണ്ട് തട്ട് കൊടുത്തു, കൈ മുറിഞ്ഞു. അപ്പോൾ അവന് സുബോധം വന്നു. വായിക്കാം. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. ആരും അവന് കൊടുത്തില്ല. ഇത് ഈ തവിട് പോലും വേറെ ആരും കൊടുത്തില്ല. പിന്നെ ഈ പന്നിയുടെ നിന്ന് എടുത്ത് തിന്നാൻ നോക്കി. അപ്പോൾ സുബോധം വന്നിട്ട് അവന് സുബോധം വന്നു. സുബോധം പോയിരുന്നു. ഇന്ന് അനേകർക്ക് സുബോധം പോയിരിക്കുകയാണ്. അനേകരിന്ന് പള്ളിയിൽ പോകുന്നുണ്ട്, നമസ്കാരം ചൊല്ലുന്നുണ്ട്. എന്ത് നമസ്കാരം, എന്ത് പ്രാർത്ഥന, ഒന്നും ആർക്കറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന കൊള്ളുന്നുണ്ട്. എന്താണ് കുർബാന? ഒന്നും അറിയുന്നില്ല. ഇന്ന് അനേകർ സുവിശേഷങ്ങൾ വരുന്നു, പല വാക്കുകൾ കേൾക്കുന്നു, പക്ഷെ ഒന്നും ഗ്രഹിക്കുന്നില്ല. ഉള്ളത്തിലേക്കൊന്നും കടക്കുന്നില്ല, അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. പാറപ്പുറത്ത് വെള്ളമൊഴിച്ചതുപോലെ എല്ലാം ഒഴുകി പോവുകയാണ്. എല്ലാം അവിടെ തങ്ങുന്നില്ല, ഒന്നും തങ്ങാതെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ലേ അനേകരുടെ ജീവിതം? നിങ്ങളുടെ ജീവിതം അങ്ങനെയാണോ? ചിന്തിക്കൂ നിങ്ങൾ. അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവൻ അവൻ്റെ അപ്പനെക്കുറിച്ച് ഓർത്തു, ഭാഗ്യം. 2, അപ്പൻ്റെ വേലക്കാരെക്കുറിച്ച് ഓർത്തു. 3, അപ്പൻ്റെ വേലക്കാരുടെ സുഭിക്ഷതയെക്കുറിച്ച് ഓർത്തു, ധാരാളമുണ്ട് അവർക്ക് ആഹാരത്തിന്. 4, അവൻ തീരുമാനിച്ചു, ഞാൻ അപ്പൻ്റെ അടുക്കലേക്ക് പോകുമെന്ന് തീരുമാനിച്ചു. 5, അവൻ എഴുന്നേറ്റു. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയാണ്, ഇനി ഞാൻ എഴുന്നേൽക്കും, ഞാൻ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പാ, ഞാൻ ചെന്ന് പറയും, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കിയാൽ മതി, വേറെ ഒന്നും എനിക്ക് ആശയില്ല. എൻ്റെ സ്വത്തെല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ, എനിക്ക് കിട്ടേണ്ട ഭാഗം ഞാൻ എടുത്ത് മുഴുവൻ മുടിച്ചു കളഞ്ഞല്ലോ. അതുകൊണ്ട് കൂലിക്കാരനായിട്ട് നിർത്തിയാൽ മതി. കൂലിക്കാരനെ പോലെ ഞാൻ വേല ചെയ്തുകൊള്ളാം, കൂലി വേല ചെയ്തുകൊള്ളാം, എന്നാലും കഞ്ഞി കുടിക്കാൻ കിട്ടുമല്ലോ. എൻ്റെ കൂലിക്കാരിലൊരുത്തിനെ പോലെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവൻ എഴുന്നേറ്റു അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സരിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തെ കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരിപ്പും ഇടുവിപ്പിൻ.
തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ, നാം തിന്ന് ആനന്ദിക്ക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അപ്പൻ്റെ അടുക്കിലേക്ക് അവൻ ഓടുകയാണ്. എല്ലും തോലുമായി, ഒരു പേക്കോലമായി, പ്രാകൃതനായി, കീറി നാറി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് എന്തോ പറഞ്ഞുകൊണ്ട് പോകുന്നവനെ കണ്ട് ആളുകൾ നോക്കി നിന്നു. കുട്ടികൾ ആർത്തു വിളിച്ചു, ഭ്രാന്തം പോകുന്നുവെന്ന്. എന്തോ ഭ്രാന്ത് പിടിച്ചൊരുത്തം പോവുകയാണ്, എന്തോ പറഞ്ഞുകൊണ്ട് പിറുവിറുത്തോണ്ട് പോകുന്നു. ആരും ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നതെന്ന്. പക്ഷേ അവൻ്റെ മനസ്സിലുണ്ട്, അവൻ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗ്ഗത്തോടും പാപം ചെയ്തു പോയിരിക്കുന്നു, നിൻ്റെ മകൻ എന്ന പേരിന് എനിക്ക് യോഗ്യതയില്ല, നിൻ്റെ കൂലിക്കാൽ ഒരുത്തിനെ പേരിനെ ആക്കേണമേ എന്ന് പറയുന്നുകൊണ്ടാണ് പോകുന്നത്. ഇത് അവൻ നിരൂപിച്ച 3 കാര്യം പറയാനായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗ്ഗത്തോടും പാപം ചെയ്തു പോയി, നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാൽ ഒരുത്തിനെ പേരിനെ ആക്കേണമേ. 3 കാര്യങ്ങൾ. അവൻ ദൂരെ നിന്ന് വരുന്നത് അപ്പൻ കണ്ടു. അപ്പൻ എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോഴുണ്ട്, ഒരു ഭ്രാന്തനെ പോലെ മകൻ ഓടി വരുന്നു. പ്രാകൃതനായിപ്പോയി, കണ്ടാൽ ആളറിയാത്ത വിധത്തിൽ അത്രമാത്രം പ്രാകൃതനായിപ്പോയി. പക്ഷേ അപ്പൻ അവൻ തിരിച്ചറിഞ്ഞു, അപ്പനവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞുകൊണ്ട് വരുന്നവൻ അപ്പൻ ശ്രദ്ധിച്ചു കേട്ടു. അപ്പൻ ഓടിയിറങ്ങി വീട്ടിൽ നിന്ന് ഓടിയിറങ്ങി റോഡിലോട്ട് ചെന്നപ്പോഴുണ്ട് ഇവൻ ഇങ്ങനെ പ്രാകൃതനായി വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗ്ഗത്തോടും പാപം ചെയ്തു പോയി, നിൻ്റെ മകൻ എന്ന പേരിന് എനിക്ക് യോഗ്യതയില്ല, നിൻ്റെ കൂലിക്കാൽ ഒരുത്തിനെ പേരിനെ ആക്കണമേ എന്ന്. ഇത് പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ആ മകൻ അപ്പൻ്റെ കൈ ചെന്നപ്പോഴേക്കും അപ്പൻ ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. മുഷിഞ്ഞ് നാറിയ വസ്ത്രമാണെന്ന് അപ്പൻ ഓർത്തില്ല, അത് നോക്കിയില്ല. മോനെ ഇന്ന് കുളിച്ചിട്ട് പോയി എന്നിട്ട് എന്നും മിണ്ടാമെന്ന് പറഞ്ഞില്ല. അപ്പൻ അവൻ്റെ അതേ വേഷത്തിൽ തന്നെ അവനെ സ്വീകരിച്ചു. അതേ വേഷത്തിൽ തന്നെ, അവൻ്റെ ആ പ്രാകൃത രൂപത്തിൽ തന്നെ അപ്പനവനെ വാരി പുണർന്നു. അപ്പനവൻ നെറുകയിൽ ഉമ്മ വെച്ചു. അവൻ പറയുകയാണ്, അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗ്ഗത്തോടും പാപം ചെയ്തു പോയി, നിൻ്റെ മകൻ എന്ന പേരിന് എനിക്ക് യോഗ്യതയില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും അടുത്ത വാക്യം പറയിപ്പിക്കാനപ്പം നിന്നില്ല. അപ്പൻ അവൻ്റെ വായടച്ച് ഉമ്മ വെച്ച് കളഞ്ഞു. കാരണം അത് കേൾക്കാൻ അപ്പന് കെൽപ്പില്ല. നിൻ്റെ കൂലിക്കാലത്തിനെ പോലെ ഇനി ആക്കണമേ എന്ന് പറയുന്നത് കേൾക്കാൻ അപ്പന് കെൽപ്പില്ല. അപ്പൻ അവനെ ചുംബനം കൊണ്ട് മൂടി, വായ അടച്ചു, ഉമ്മ വെച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് വേലക്കാട് പറഞ്ഞു, വേഗം മേൽത്തരവാങ്കി കൊണ്ടുവന്ന് ധരിപ്പിപ്പീൻ. മേൽത്തരവാങ്കി, ഈ വസ്ത്രമൊക്കെ മാറട്ടെ. മേൽത്തരവാങ്കി കൊണ്ടുവന്ന് ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരിടുവിപ്പീൻ, ഇവൻ്റെ കാലിന് ചെരുപ്പിടുവിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. മേൽത്തരമായ അങ്കി, കാലിന് ചെരുപ്പ്, കൈക്ക് മോതിരം. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെടുത്തിയതെല്ലാം തിരികെ കിട്ടുകയാണ്. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നഷ്ടപ്പെട്ടതെല്ലാം ദൈവനാമത്തിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇന്ന് ജീവിതം ക്രിസ്തുവിന് കൊടുത്താൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ ധനം തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ സൽപ്പേര് തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി തിരികെ കിട്ടും. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. ഒന്ന് മാത്രം, ഒന്ന് വിനയപ്പെട്ടാൽ മാത്രം മതി. കർത്താവേ, തെറ്റുപറ്റിപ്പോയല്ലോ, അബദ്ധം പറ്റിപ്പോയല്ലോ, ഞാൻ നിന്നെ അറിയാതെ നിന്നെ പകച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു പോയല്ലോ, നിന്നെ വിട്ട് ഞാൻ ജീവിച്ചു പോയല്ലോ, നിന്നെ അകന്ന് ജീവിച്ചു പോയല്ലോ, കർത്താവേ എന്നോട് പൊറുക്കണമേ പറഞ്ഞാൽ മതി. ദൈവത്തിന് സ്തോത്രം. അത് ഹൃദയത്തിൽ വരണം. വേഗം മേൽത്തമയങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരിടുവിപ്പീൻ, ഇവൻ്റെ കാലിന് ചെരിപ്പിടുവിപ്പീൻ. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഊണുമേശയിലായി, മേശയിലെല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു. തടുപ്പിച്ച് നിർത്തിയിരുന്ന കാളക്കുട്ടിയെ അറുത്തിരിക്കുന്നു. മോൻ വരുമ്പോൾ മോന് വേണ്ടി അറുത്ത് സദ്യ ഒരുക്കാൻ അപ്പൻ കാളക്കുട്ടിയെ തടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. തടിച്ച കാളക്കുട്ടിയല്ല, തടുപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് വിരുന്നൊരുക്കിയിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് എല്ലാം നടന്നത്. അപ്പൻ അവൻ്റെ കൂടെ ഇരിക്കുന്നു. അവൻ കഴിക്കുന്നത് അപ്പൻ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വിശന്ന് പൊരിഞ്ഞ് വന്നവൻ, നാളുകളായി നല്ല ആഹാരം കഴിക്കാത്തവൻ, പാവം വിശന്ന് പൊരിഞ്ഞ് വന്നവൻ, അവൻ ആഹാരം കഴിക്കുന്നത് അപ്പൻ വളരെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു വാത്സല്യം കൊണ്ട്. അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് അനുതാപം കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനുതാപം കൊണ്ട് കണ്ണ് നിറഞ്ഞാൽ നിങ്ങൾക്ക് ആനന്ദം തുടങ്ങാം. വന്നുപോയ തെറ്റുകളെക്കുറിച്ചുള്ളതായ ദുഃഖം കൊണ്ട്, വന്നുപോയ തെറ്റുകളെക്കുറിച്ചുള്ളതായ പശ്ചാത്താപം കൊണ്ട് കണ്ണ് നിറഞ്ഞാൽ നിങ്ങൾക്ക് ആനന്ദം തുടങ്ങാം.
ദൈവത്തിന് സ്തോത്രം. തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. നിങ്ങൾക്ക് ചിന്തിച്ചറിയാമല്ലോ, ഉണ്ടല്ലോ അനേകം തെറ്റുകൾ. എന്തെല്ലാം അബദ്ധങ്ങളിലാണ് ചാടിപ്പോയത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിവേകം വന്നു പോയത്. ദൈവമേ ഓർത്ത പേടിയാകുന്നില്ലേ? ഇന്ന് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു, പേടിയാകുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് മടങ്ങി വരാൻ കർത്താവ് ഒരവസരം തന്നിരിക്കുന്നു. വേണമെങ്കിൽ മടങ്ങി വരാം. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. സ്തോത്രം. ഒന്നാമത്തെ മുടിയപുത്രൻ. രണ്ടാമത്തെ മുടിയപുത്രനെ കുറിച്ചാണ് നീ അടുത്ത വാക്യം വായിക്കാം. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. മൂത്ത മകൻ, അവനും മുടിയപുത്രനാണ്. മൂത്ത മകൻ വയലിലായിരുന്നു. വീട്ടിൽ താമസിക്കുന്ന മുടിയപുത്രനാണ്. വീട്ടിൽ താമസിക്കുന്നു. അപ്പൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഇവനെ ഈ അനിയനെ പോലെ ഇട്ടേച്ച് പോയൊന്നുമില്ല. അപ്പനോട് ഒന്നും ഡിമാൻഡ് ചെയ്തുമില്ല. അപ്പൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. അപ്പൻ്റെ വയലിൽ വേല ചെയ്യുന്നു. മൂത്തവൻ വയലിലായിരുന്നു. അവൻ എപ്പോഴും വേല സ്ഥലത്താണ്, വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. അവൻ വീട്ടിനടുത്തപ്പോൾ വലിയ വാദ്യമുണ്ട്, നൃത്തഘോഷമുണ്ട്, വലിയ ആനന്ദത്തിൻ്റെ ആരവാരമുണ്ട് വീട്ടിൽ. അനുജൻ വന്നു എന്നുള്ളത് അവന് മനസ്സിലായില്ല. കാരണം അനുജന് വേണ്ടി അവനൊരു കാത്തിരിപ്പുണ്ടായിരുന്നില്ല. അനുജൻ പോയതിലൊരു വേദന അവനുണ്ടായിരുന്നില്ല. അനുജൻ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം അവനുണ്ടായിരുന്നില്ല. സങ്കടം അപ്പനുണ്ടായിരുന്നു, പക്ഷേ ഈ മൂത്തമവനുണ്ടായിരുന്നില്ല. അനേകരങ്ങനെയാണ്. ചില നഷ്ടപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ, അങ്ങനെയുള്ളൊരു ലോകത്തിലേക്കും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കും പാവത്തിലേക്കും പോകുമ്പോൾ സങ്കടം വരുന്നില്ല, ഭാരം വരുന്നില്ല, ആത്മാക്കളെക്കുറിച്ച് ദാഹമില്ല. ഇവിടെ ഈ മൂത്ത മകനുണ്ടല്ലോ, അവന് സഹോദരൻ വന്നതിനെക്കുറിച്ച് ഒരു ചിന്താവിഷയമല്ല, അവനൊരു കോപമാണ് വരുന്നത്. അവൻ എന്തിനാണ് ഇപ്പോൾ വന്നതെന്നാണ് ചോദ്യം. അവനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ പുറത്തു നിന്നു. വാദ്യഘോഷം കേട്ടപ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരാതെ അവൻ പുറത്തു നിന്നു. സന്തോഷത്തിൽ പങ്കുകൂടാതെ അവൻ പുറത്ത് മാറി നിന്നു. ഗേറ്റിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അവൻ പുറത്തു നിന്നപ്പോൾ അപ്പൻ അവൻ്റെ അടുക്കൽ ചെന്നു. അടുത്ത വാക്യം. ബാല്യക്കാര്യത്തിൽ ഒരുത്തനെ വിളിച്ചു, ഇതെന്ത് എന്ന് ചോദിച്ചു. എന്നെ ഈ കേൾക്കുന്നത് എന്ന് ചോദിച്ചു. അല്പം ദേഷ്യത്തോടെ ചോദിച്ചു, എന്നെ ഈ കേൾക്കുന്നത്, എൻ്റെ വീട്ടിൽ എന്തായി കേൾക്കുന്നത് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അവൻ നോക്കുമ്പോൾ, ഞാൻ എൻ്റെ അപ്പൻ്റെ വയലിൽ വേല ചെയ്യല്ലേ, ഞാൻ അപ്പൻ്റെ വീട്ടിൽ താമസിക്കുകയല്ലേ, ഞാൻ കോപിക്കുന്നത് ന്യായമാണെന്നാണ് അവൻ്റെ ധാരണ. അവൻ അപ്പന് വേണ്ടിയാണ് കോപിക്കുന്നത് അവൻ്റെ ധാരണ, പ്രിയപ്പെട്ടവരെ. എന്നാൽ അപ്പൻ്റെ മനോഭാവത്തിനെതിരായിട്ടാണ് അവൻ്റെ കോപം. അവൻ കോപിച്ചു, അകത്ത് കിടക്കാൻ മനസ്സില്ലാതെ നിന്നു. അവൻ മറുതലിച്ച് നിൽക്കുകയാണ്, പുറത്ത് നിൽക്കുകയാണ്. അകത്ത് കിടക്കാൻ മനസ്സിലാതെ നിന്നു. അവൻ കോപിച്ചു. അപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. ഈ മൂത്തവനോട് അപ്പൻ അപേക്ഷിക്കുകയാണ്, കെഞ്ചുകയാണ്. അപ്പൻ എന്തൊരു സ്നേഹം! അപ്പൻ അപേക്ഷിക്കുന്നു. അപ്പൻ അത് പുറത്തേക്ക് വന്നു. മൂത്ത മുടിയമ്പുത്രനോട് അപ്പൻ അപേക്ഷിക്കുന്നു. അവൻ പുറത്ത് മത്സരിച്ച് നിൽക്കുകയാണ്, കോപിച്ച് നിൽക്കുകയാണ്. അപ്പൻ പുറത്തു വന്നു. അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. ഓരോന്നോരോന്ന് എങ്ങനെ അവകാശവാദം പറയുകയാണ്, ക്ലെയിംസ് പറയുകയാണ്. ഇത്ര കാലമായി ഞാൻ സേവിക്കുന്നു. കാലങ്ങൾ, സേവനത്തിൻ്റെ കാലങ്ങളെ പറയുന്നു. ഇത്ര കാലമായി ഞാൻ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. അറിയാമല്ലോ, നിന്റെ കൽപ്പന ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരാട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. എനിക്കുമുണ്ട് ചങ്ങാതികളൊക്കെ, പക്ഷേ അവരോടുകൂടി എനിക്ക് ആനന്ദിക്കണമെന്ന് എനിക്ക് കാര്യം ആശയമുണ്ടായിരുന്നു. പക്ഷേ അതിന് നീ എനിക്കൊരു കാട്ടിൻകുട്ടിയെ പോലും തന്നിട്ടില്ലല്ലോ. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഈ മകൻ എന്താ ജീവിച്ചത് നിനക്കറിയാം? അപ്പനോട് ചോദിക്കുകയാണ്. വേശ്യമാരോട് മുതൽ തിന്നു മുടിച്ചവനാണ് ഇവൻ, നീചനാണ് ഇവൻ, മ്ലേച്ഛനാണ്. അങ്ങനെയുള്ള ഇവൻ വന്നപ്പോൾ നീ അവനെ സ്വീകരിച്ചിരിക്കുന്നു, അവന് വേണ്ടി വിരുന്നൊരുക്കിയിരിക്കുന്നു. ഇത് ന്യായമാണോ? അപ്പനോട് ചോദിക്കുകയാണ്. വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നു കളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ അവനോട് കെഞ്ചി പറയുകയാണ്. അപ്പൻ മോനോട് പറയുകയാണ്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. എൻ്റെ മോനെ, നിനക്കറിയാമല്ലോ എനിക്കുള്ളതെല്ലാം നിന്റെയല്ലേ, നിന്റേതാകുന്നുവല്ലോ. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. സന്തോഷം തുടങ്ങി, ആനന്ദം തുടങ്ങി, ആനന്ദിച്ചു തുടങ്ങി. സ്തോത്രം. നാം കാണുമ്പോൾ ഈ മൂത്ത മകൻ പുറത്താണ്,
ഗേറ്റിൻ്റെ പുറത്താണ്, അകത്തേക്ക് കടന്നില്ല. അനേകം പേരിന്ന് സഭയുണ്ട്, പള്ളിയുണ്ട്, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ പറയേണ്ടത് പറയുന്നില്ല. പാവി മാനസാന്തരപ്പെടാനുള്ള കാര്യം പറയുന്നില്ല. സുബോധം കിട്ടുന്ന കാര്യം പറയുന്നില്ല. സുബോധം ഇല്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്നില്ല. സുബോധമില്ലാതെയാണ് പള്ളിയിൽ വരുന്നതെന്ന് പറയുന്നില്ല. അപകടം പതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് സുബോധമില്ലാതെ വരുന്നു. നിനക്ക് വേണ്ടി കുരിശിൽ പീഡയേറ്റാൻ തിരിച്ചറിയുന്നില്ല. അവൻ്റെ അരിയിലേക്ക് വരിക, അവൻ്റെ പാദം മുത്തുക, അവൻ്റെ ആണിപ്പാടിലെ പദം മുത്തിക്കൊണ്ട് അവനോട് പറയുക, കർത്താവേ, നന്മയായിട്ടൊന്നും എന്നിലില്ല. ഇല്ല കർത്താവേ, ഇല്ല, നന്മയായിട്ടൊന്നുമില്ല. അഭിമാനിക്കാൻ ഒന്നുമില്ല. എനിക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല. ആകെയുള്ള സന്തോഷം യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നുള്ളത് മാത്രം. ഹല്ലേലൂയ. നീ എന്നെ സ്നേഹിക്കുന്നുള്ളത് മാത്രം. എന്നെ സ്നേഹിക്കുന്ന യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നു, അത് മാത്രമാണ് എൻ്റെ സന്തോഷം. സമർപ്പിക്കുമോ നിങ്ങൾ? യേശുവിനോട് വാക്ക് പറയുമോ നിങ്ങൾ? ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുമോ? ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? വിശ്വാസത്തോടെ യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ യേശു നിങ്ങളെ വാരി പുണരും. യേശു നിങ്ങളെ ചേർത്തണയ്ക്കും. യേശുവിൻ്റെ മുറിഞ്ഞ മാറിലേക്ക് നിങ്ങളെ ചേർക്കും. യേശു നിങ്ങളെ ചേർത്തണച്ചുകൊണ്ട് ഒരു തൃക്കൈ നിങ്ങളുടെ മേൽ വെച്ചുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ തൃക്കൈ നിങ്ങളുടെ തലമേൽ വയ്ക്കും. യേശുവിൻ്റെ തിരുവിരൽ കൊണ്ട് നിങ്ങളുടെ നെറ്റിമേൽ കുരിശടയാളം ഇടും. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കും. ഹല്ലേലൂയ. ഇപ്പോൾ മരിച്ചാൽ ദൈവരാജ്യത്തിൽ പോകും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേണമോ നിങ്ങൾക്ക് യേശുവിനെ? യേശു നിങ്ങളുടെ അരികത്തിൽ വന്നിരിക്കുകയാണ്. തൊട്ടരികത്തോട് നടക്കുകയാണ്, ചേർന്ന് നടക്കുകയാണ്, ചേർന്ന് വരികയാണ്. ഈ സമയം കളയാതെ യേശുവേ എന്നോട് മനസ്സലിയണമേ, പ്രാർത്ഥിക്കൂ. യേശുവേ രക്ഷിക്കണമേ, പ്രാർത്ഥിക്കൂ. മേലിൽ ഞാൻ മുടിപുത്രനെ പോലെ ആവുകയില്ല, ഞാൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അന്ന് തീരുമാനിച്ചതുപോലെ ഇന്നും നിങ്ങൾ തീരുമാനമെടുക്കുന്നവർ, അങ്ങനെയുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആനന്ദിച്ച് തുടങ്ങി നിങ്ങൾ വായിച്ചല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം തുടങ്ങുവാനുള്ള വഴികൾ പറഞ്ഞു തന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ മേൽ തൃക്കരം വെച്ച് മുദ്ര ചാർത്തി അനുഗ്രഹിക്കണമേ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കണമേ. എല്ലാ നന്മകളാലും അനുഗ്രഹിക്കുകയും അവിടുത്തെ രണ്ടാമത്തെ ഒരുക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.